സേഫർ അൽത്തപ്പുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2025 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ കുറച്ചധികം പണിയിലാണ്. ഇതിനകത്ത് കുറച്ച് 4 മീൻ കിടക്കണ്ടായിരുന്നു. അതിനിതേ കുറച്ചും കൂടെ വലിയ വെള്ളത്തിലേക്ക് മാറ്റാൻ പോകണേ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇറച്ചി താറാവ് അത്യാവശ്യം നല്ല സൈസ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ആയിട്ട് നടക്കുന്നുണ്ട്. നല്ല സൈസ് വെച്ചിട്ടുണ്ട്. ഏകദേശം 3.5-4 കിലോ ഉണ്ട് ഇപ്പോൾ ഒരെണ്ണം. അതിൻ്റെ അപ്പുറം നമ്മളൊരു ചെറിയൊരു ഇതിന് കുളിക്കാൻ ചെറിയൊരു പടുതാക്കുളം സെറ്റാക്കിയിട്ടുണ്ട്. അതാണ് നമ്മളത് മീനിൻ്റെ ഒക്കെ ഉള്ള സെറ്റപ്പ്. ഇതിനകത്തൊക്കെ കുറച്ച് മീനപ്പോൾ ഉള്ളൂ കേട്ടോ. നിലവിലെല്ലാം ഇപ്പം ഇങ്ങനെയായി. കുറച്ചധികം തിരക്കിലാണ്. അങ്ങനെ ശ്രദ്ധയൊന്നും കിട്ടില്ല. പിന്നെ കുറേ മീനൊക്കെ നമ്മൾ കൊടുത്തുവിട്ടതേ. നമ്മുടെ ഫൈറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതേ ഫൈറ്ററൊക്കെ ഇതിനകത്തുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുത്തതേ. മെയിലും ഫീമെയിലിൻ്റെ അടിയിൽ എവിടെയാണ് ഉണ്ട്. ജോലിയുടെ തിരക്കൊക്കെ ആയിട്ട് നമുക്ക് കുറേ വീഡിയോ ഇടാമെന്ന് നമുക്ക് പറ്റിയിട്ടില്ല. നമുക്ക് മാക്സിമം ഇനിയുള്ള ദിവസങ്ങളിലും വീഡിയോ ഇടും കേട്ടോ. അത് നമ്മളത് ഇതിനകത്ത് കുറച്ചധികം കുഞ്ഞുങ്ങൾ ഇത് ഇറങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടോ എത്രത്തോളം ക്യാമറ വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെ കുറച്ചധികം ഇത് കണ്ടോ. ഇതിൻ്റെ അടിയിൽ മൊത്തം ഇതുണ്ട്. ഇത് മൊത്തം സോൾട്ടേജ് കുഞ്ഞുങ്ങളാണ്. കണ്ടോ, ഈ ഫോസ്റ്റേഡ് നിൽക്കുന്നിടത്ത് മൊത്തം ഏകദേശം 19 കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കിട്ടുന്ന പോലെ പിടിച്ച് മാറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാട്ടെ നമ്മൾ ഇവർക്ക് കുളിക്കാൻ കണ്ടോ. രാവിലെ ഇവിടെ ഒരു സെറ്റ് കുളി കഴിഞ്ഞിട്ടാണ് അവർ അങ്ങോട്ട് പോയേക്കണേ. അതുപോലെ നമ്മുടെ ഇടയ്ക്ക് 1-2 വേറെ പ്ലാവ് അങ്ങനത്തെ 1-2 ഐറ്റം കൂടെ കയറ്റി വിടുന്നു. ചെടികളും മരങ്ങളൊക്കെ നമ്മളിവിടെ നട്ട 1-2 തെങ്ങ് പോയിട്ടോ. അപ്പോൾ നമ്മൾ പകരം വേറെ ചെടികൾ കയറ്റി വിട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കതേ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാണേ. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് 5 കോഴികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാണേ. അപ്പോൾ ഒരു പൂവിന് 4 പെടയാണ്, അങ്ങനെയാണ് കിട്ടിയേക്കണത്. അപ്പോൾ നമുക്ക് ഇനി ഇവരെ പ്രാവ് ഇല്ല അവിടെ നടക്കുന്നുണ്ട്. ഇതാട്ടെ നമ്മളിവിടെ താറാവും കോഴി എല്ലാവരും ഒന്നിച്ചാട്ടോ. ഈ കൂട്ടിലെല്ലാവരും ഇവിടെ നടക്കണേ. ഇതെവിടെയുണ്ട് മുട്ട കിട്ടിയിട്ടുണ്ട്. മുട്ട എടുക്കാൻ കൂടി ഇറങ്ങിയാണേ. നമ്മൾ അന്ന് കെട്ടിയ കൂട് കണ്ടോ. അപ്പോൾ ഈ കൂടായതുകൊണ്ട് ഇതിനകത്ത് എല്ലാ പ്രാവും എല്ലാവരും ഇതിനകത്ത്. പ്രാവ് ഇപ്പോൾ കുറച്ച് അവിടെ തീറ്റ എടുത്തിട്ട് തിരിച്ചകത്തേക്ക് കയറി പോയതാണ്. നമ്മൾ തുറന്നിട്ടേക്കുവാണ്. അവർ തീറ്റ എടുക്കാൻ വരും. അതുകൊണ്ട് തിരിച്ച് പോകും. നമ്മുടെ ചിറ്റി എന്നാ ചിറ്റി പെണ്ണത് പറമ്പിക്കൂടെ താറാവിൻ്റെ കൂടെ കളിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ബാ നമ്മുടെ ചിറ്റി പോണതേ താറാവ് നോക്കിയിരിക്കുക കേട്ടോ. കണ്ടോ, എല്ലാ താറാവ് നോക്കിയിരിക്കുക. ചിറ്റിപ്പെണ്ണ് അങ്ങോട്ടേ പോകണമെന്ന് കണ്ടോ. നമ്മുടെ വീട്ടിൽ കുറേ പണിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും സ്ഥലം മാറ്റി. ഇപ്പോൾ ഗൗരേനെ നമുക്കിനി ഫ്രണ്ടിലേക്ക് ആക്കണം. നമ്മുടെ ഗൗരയുടെ വെള്ളമൊക്കെ മാറിയിട്ട് കുറേ ആയിട്ടോ. വെള്ളമൊക്കെ ഒന്ന് മാറ്റി കണ്ടല്ലേ. അത്യാവശ്യം വെള്ളം പറ്റാറപ്പോൾ മീനൊക്കെ ഇവിടെ തെളിഞ്ഞ് കണ്ടു. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു മീനെ മാറ്റിയാലും നാലേക്കുന്നുണ്ട്. ഇത് 4 കൂടെ കിടക്കാൻ സ്ഥലമില്ല. മാത്രമല്ല ഈ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കണ പൈപ്പില്ലേ, അതും കൂടെ കണ്ടിച്ച് കളയണം. എന്നാലാണ് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നീന്താൻ പറ്റുള്ളൂ. നേരത്തെ കുഞ്ഞായിരുന്നു. ഇപ്പോൾ ഏകദേശം 4 കിലോ 5 കിലോ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോയിൽ മീനെ കാണിച്ചില്ലായിരുന്നു 4 അതിനെ. അപ്പോൾ ഇതിനകത്തേക്ക് മാറ്റാന്ന് വിചാരിച്ചിരിക്കട്ടോ. അത് പെട്ടെന്ന് കയറി വന്നിട്ടോ. അത് ചെറുതായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ അത്യാവശ്യം ഗ്രോത്ത് കയറി വന്നു. അപ്പോൾ നമ്മൾ എന്തായാലും വലിയ വെള്ളത്തിലേക്കാണ് കുറച്ചും കൂടെ സൈസ് വയ്ക്കുന്നത് വിചാരിച്ച് നമ്മളിത് ഈ ബയോ ടാങ്കിൽ വെള്ളം നമ്മുടെ താറാവിൻ്റെ കൂടെ കളിക്കാൻ പുതിയൊരു കൂട്ടാനും കിട്ടിയിട്ടുണ്ട്. അവന് ഈ കൊക്ക്, ഈ വെള്ളക്കൊക്കെ എപ്പോഴും ഈ താറാവിൻ്റെ കൂടെയാണേ. കണ്ടോ, നമ്മൾ അകത്തിടുന്ന ഗൗരിയില്ലേ, ഗൗരി നമ്മൾ പുറത്തേക്ക് ആക്കി കേട്ടോ. അതിനകത്ത് നീന്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ടാങ്കാണ് നമ്മുടെ വെള്ളമൊക്കെ നിൽക്കുന്ന ടാങ്കില്ല, ആ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇവൻ അത്യാവശ്യം ഇണങ്ങിയത് നമ്മൾ കണ്ടോ, നമ്മൾ വിളിക്കുമ്പോൾ തന്നെ മുകളിലേക്ക് കയറി വരും കേട്ടോ. നല്ലതായിട്ട് ഇണങ്ങിയ ഒരു ഗൗരാമിയാണേ. അത്യാവശ്യം ഒരു 2.5 കിലോ അടുത്ത് സൈസും ഉണ്ട്. അപ്പോൾ അത് മെയിലാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു ഫീമെയിലിനെ വിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ഈ ടാങ്ക് കിടന്നില്ലേ, ഈ ബയോഗ്യാസ് കിടന്ന 4 മീനിൽ ഏറ്റവും ചെറുതൊരു ഫീമെയിൽ നോക്കി നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫീമെയിലിനെ പിടിച്ചിട്ട് നമ്മളെന്താ മറ്റേ ഗരുയുടെ കൂടെ വിട്ടിട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചായിട്ടോ. ഇത് മെയിലും ഫീമെയിലാണ്. നമുക്ക് ഇടയിൽ 2-3 കല്ലും കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പം മീനെ മാറ്റിയതും പിന്നെ താറാവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനായിരുന്നു വീഡിയോ എടുത്തത്. അപ്പോൾ പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് കാണും കേട്ടോ. മാത്രമല്ല നമ്മുടെ ഒരു പ്ലെയിൻ ഡക്കിനെ നമ്മൾ കൊടുത്തായിരുന്നു കേട്ടോ. പ്ലെയിൻ ഡക്കിനെ കൊടുത്തു. പിന്നെ നമ്മൾ 1-2 വെറൈറ്റി ഗപ്പിനെ കൂടെ നമ്മളിന്ന് സെറ്റാക്കും. നമുക്ക് അതൊക്കെ അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതുവരെ ബൈ.